വിശദമായ വാർത്തകളിലേക്കാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPM BJP കൗൺസിലർമാരുടെ സംഘർഷത്തിൽ നേതാക്കൾക്ക് പരിക്ക്. LDF കൗൺസിലറായ സിന്ധു ശശിക്ക് തലയിൽ 4 സ്റ്റിച്ചിടേണ്ട മുറിവുണ്ടായി. 6 LDF കൗൺസിലർമാർക്കാണ് ആകെ പരിക്കേറ്റത്. മേയറെ തടഞ്ഞ് CPM കൗൺസിലർമാർ പ്രതിഷേധിച്ചതോടെയാണ് സംഘർഷം തുടങ്ങിയത്. കാപ്പ കേസ് പ്രതി R സുഗതന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മേയറുടെ നേതൃത്വത്തിൽ BJP അംഗങ്ങൾ മർദ്ദിച്ചെന്ന് CPM ആരോപിച്ചു. VV രാജേഷിനെ ഇടതു കൗൺസിലർമാർ തള്ളിയിട്ടെന്ന് ഡെപ്യൂട്ടി മേയർ ആശാനാഥും ആരോപിച്ചു. പ്രതികരണത്തിലേക്ക്. തിരുവനന്തപുരം നഗരസഭയുടെ മേയറെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കൗൺസിലർമാരെ ആക്രമിച്ചത്. അദ്ദേഹത്തെ വന്ന ഉടനെ തന്നെ മറിച്ചിടുകയായിരുന്നു. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം ഞങ്ങൾ വനിതാ കൗൺസിലർമാരെന്ന് പോലും നോക്കാതെ ഞങ്ങൾ എല്ലാവരെയും മനഃപൂർവ്വം ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. ഇത് ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുക തന്നെ ചെയ്യുകയാണ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത്. ഇവിടെ ഇരിക്കുന്ന പലരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരാണ്. ഞങ്ങൾക്ക് കമ്മിറ്റി കൂടണം, സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കൂടണം. അപ്പോൾ പക്ഷേ ഞങ്ങളിന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഒന്നും തന്നെ കൂടാൻ പറ്റില്ല എന്ന രീതിയിൽ മനഃപൂർവ്വം ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെ 16 പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. മേയറുടെ കാലിന് പരിക്കുണ്ട്. എക്സ്റേ എടുക്കാൻ ഡോക്ടർമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. V മുരളീധരൻ MLA ആശുപത്രിയിലെത്തി മേയറെ സന്ദർശിച്ചു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനു ചേരുകയാണ്. അനു, അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് കോർപ്പറേഷൻ ഓഫീസിൽ മേയറുടെ ഓഫീസിന് മുന്നിൽ കണ്ടത്. മേയറെ ഒറ്റയടിക്ക് തള്ളിയിട്ടെന്നൊക്കെയാണ് ഈ ആശാനാഥ് അടക്കമുള്ള കൗൺസിലർമാരുടെ ആരോപണം. എന്തൊക്കെയാണ് ഇന്ന് നഗരസഭയിൽ സംഭവിച്ചത്? എത്ര പേർക്ക് പരിക്കുണ്ട്? ഈ പരിക്കിനെ സംബന്ധിച്ചുള്ള ഈ പ്രത്യാരോപണങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ആശുപത്രിയിൽ എത്ര പേർ ചികിത്സയിലുണ്ട്? അരുണ്യ, ഇന്ന് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ കോമ്പൗണ്ടിൽ നടന്നത് അത്യന്തം നാടകീയമായ സംഭവങ്ങളാണ്. ഇത് നമുക്ക് ഏറ്റവും പ്രധാനമായും തിരുവനന്തപുരത്തെ കൗൺസിലിലെ BJP കൗൺസിലറായിട്ടുള്ള സുഗതൻ, ഇയാൾ ഇപ്പോൾ ഈ കാപ്പ കേസിൽ പ്രതിയായി വിയൂർ ജയിലിലാണ് കിടക്കുന്നത്. ഇയാളുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി CPIM-ൻ്റെയും അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നുണ്ട്. ഈ റിലേ സമരം തുടങ്ങിയിട്ട് 3ാമത്തെ ദിവസമാണ്. ഇന്ന് ഈ മേയറെ ഉപരോധിക്കുന്ന അല്ലെങ്കിൽ മേയറെ ഓഫീസിന് മുമ്പിൽ ഇടത് കൗൺസിലർമാർ എല്ലാവരും എത്തി ഈ മേയറെ ഉപരോധിക്കുന്ന ഒരു സമരം കൂടെ ഇന്നവർ നടത്തിയിരുന്നു. അതിന് പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ആ സമരത്തിലേക്ക് അത് നടക്കുന്നതിനിടയിലേക്ക് BJP-യുടെ മറ്റ് കൗൺസിലർമാരൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ മേയർ വരാൻ നേരത്താണ് ഈ പറയുന്ന ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉൾപ്പെടെയുള്ള മേയറും VV രാജേഷും എല്ലാവരും കൂടെ വരുമ്പോൾ VV രാജേഷിനെ മേയറെ ഈ മേയറുടെ ഓഫീസിനകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് കൗൺസിലർമാർ മുദ്രാവാക്യം വിളിക്കുന്നു. അവിടെയാണ് ഈ ഉന്തും തള്ളലിലും നിരവധി കൗൺസിലർമാർക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇതിനകത്ത് ഈ കാട്ടാക്കോണ കൗൺസിലറായിട്ടുള്ള സിന്ധുവിൻ്റെ തലയ്ക്ക് തല പൊട്ടിയിട്ടുണ്ട്. 4 സ്റ്റിച്ചുണ്ട്. അവരിപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ 6ഓളം ഇടത് കൗൺസിലർമാർ ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. അതുകൂടാതെ തന്നെ മേയർ VV രാജേഷ്, ആശാനാഥ് ഉൾപ്പെടെ 4 BJP കൗൺസിലർമാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നവർ അറിയിക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മെഡിക്കൽ കോളേജിലെത്തി ഈ പറയുന്ന VV രാജേഷ് ഉൾപ്പെടെയുള്ളവരെ കാണും. ഇതിനിടയിൽ തന്നെ ഈ പ്രവർത്തകർ ഈ മേയറുടെ ഓഫീസിന് മുമ്പിൽ മുദ്രാവാക്യം വിളിക്കുന്നു. ധാരാളം പോലീസുകാർ അവിടെ എത്തുന്നു. അങ്ങനെ ഏകദേശം ഒരു 3 മണിക്കൂറോളം നീണ്ട സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പോലീസുകാർ ഈ ഇടത് കൗൺസിലർമാരെ താഴേക്ക് മാറ്റുകയായിരുന്നു. ഇതിനിടയിൽ ഈ CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി V ജോയ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി. മുൻ മന്ത്രിമാരായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ, V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരും ഈ പറയുന്ന കൗൺസിലർമാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടെത്തി. ഈ കോർപ്പറേഷൻ ഓഫീസിനെ ഈ സുഗതനെ പോലെയുള്ള ഗുണ്ടകളായ ആളുകളെ കൊണ്ട് ഇവിടെ സംസ്ഥാന അല്ലെങ്കിൽ തലസ്ഥാനത്തെ ആകെ അക്രമാസക്തമാക്കുന്നു എന്നുള്ളതാണ് ഈ CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതേസമയം ഈ കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് തന്നെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന BJP-യുടെ കോർപ്പറേഷൻ ഭരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് CPI നടത്തുന്നത് എന്നുള്ളതാണ് BJP-യുടെ മറു ആരോപണം. ശരി, VS അനുവാണ് വിശദാംശങ്ങൾ നൽകിയത്.